ഹലോ ഫ്രണ്ട്സ്, ഞാൻ കുറേ വീഡിയോസ് എടുക്കില്ല. എന്താ വെച്ചാൽ എന്താ പറയുക, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വലിയ ആൾക്കാരൊക്കെ പറയുന്ന പോലെ മരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു സിഗ്നേച്ചർ ബാക്കി വെച്ചിട്ട് പോകാമെന്നുള്ളത്. നല്ല മഴയുടെ സൗണ്ട്. അപ്പം അതൊരു ഏകദേശം 10-22 കൊല്ലമായിട്ട് ഞാനിങ്ങനെ ഫോളോ ചെയ്ത് പോയൊരു സാധനമാണ്. വേറെ ഒന്നല്ല, ഒരു സ്കിൻ കെയർ ഓയിലും ഒരു സ്ക്രബ്ബറായിരുന്നു. അപ്പം അത് ഇപ്പം മോസ്റ്റ്ലി ടെസ്റ്റൊക്കെ കഴിഞ്ഞു. മാഷാഅല്ലാഹ് നല്ല റിസൾട്ടൊക്കെ കിട്ടി. അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, വീഡിയോ ചെയ്യാൻ കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കണം, പക്ഷേ മൈൻഡ് ശരിയായിരുന്നു. അതിനെ കൊണ്ടൊരു ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒന്നാമത് ഫോണിൽ ഞാൻ പറഞ്ഞത് മുന്നേ പറഞ്ഞത് വലിയൊരു താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം എൻ്റെ ഉമ്മനോട് ഏതോ പേഴ്സൺ വിളിച്ചിട്ടല്ല സോറി, എൻ്റെ ഉമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് ഞാൻ മയക്കുമരുന്ന് ഇട്ടിട്ട് ജയിലിലാണ്. ഓക്കെ, പക്ഷെ അത് എൻ്റെ ഉമ്മനോടത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. എൻ്റെ കുടുംബം ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ്, വൃത്തികേടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതിനൊന്നും കുഴപ്പമില്ല, ഞാൻ ഉള്ളതേ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് അതാരാന്നുള്ളത് അറിയണം, കാര്യങ്ങൾ. ഞാൻ ഇത്രയും കാലം ഞാൻ കേട്ട പേര് വേറെ, അത് ഏകദേശം പറഞ്ഞ് മടുത്തു തോന്നുന്ന ആൾക്കാർക്ക്. അപ്പം പുതിയൊരു പേര് ഞാൻ എനിക്ക് ആളാരാന്നുള്ളത് അറിയണം. കാരണം ഞാൻ വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങാത്ത ഒരാളാണ്. എവിടേക്കും എനിക്ക് താല്പര്യമില്ല, ഇറങ്ങലുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടെ മക്കളുണ്ട്, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് നാളെ പുറത്തിറങ്ങിപ്പോണ്ടേ. ചിലപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ആൾക്കാർ വന്ന് ഞാൻ പരോളിന് ഇറങ്ങിയതാണ്. ഓക്കെ, പക്ഷെ ഞാൻ ചോദിക്കുന്നതില്ലേ, ഈ പീറയായാലും ഞാൻ ഇന്ന വില കുറച്ച് കാണല്ലോ കേട്ടോ. ആരും ആരെക്കാളും വലുതുമല്ല, ആരെക്കാളും ചെറുതുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പല കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കൂടെ ഉള്ളവർക്കും പറ്റും. അത് എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അപ്പം എൻ്റെ ഉമ്മ ആ സംഗതി വിളിച്ച് കരഞ്ഞ് പറയുകയൊക്കെ ചെയ്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നു. ഞാനപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഈ വീഡിയോ വരുന്നത്. ഞാൻ പിന്നെ വീട്ടിൽ നീ ഇവിടെ വെച്ചിട്ട് വീട്ടിൽ എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു എന്നിട്ട് ഞാൻ കരഞ്ഞു. പിന്നെ ആ കരച്ചിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താ പിന്നീട് എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, മരണത്തിന് പേടിയില്ല, ഇതേ പേടിയില്ല. എന്താ വെച്ചാൽ ജനിച്ച് വീണപ്പം തന്നെ എനിക്ക് മരണം ഉണ്ടെന്നുള്ളതാണ് എന്നെ ഓർമ്മപ്പെടുത്തിയ സാധനം. പിന്നെ എൻ്റെ പുതിയാപ്പൻ്റെ മരണവും കൂടെ ആയപ്പം എനിക്ക് മനസ്സിലായി കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് പിന്നെ പറ്റിയപ്പ. പക്ഷേ ഞാൻ ജീവിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, എനിക്ക് ജീവിക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതം എൻ്റെ മക്കൾ ജീവിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒരു തമ്മാത്രം ചെയ്യൂല. 1. 2, എൻ്റെ വീട്ടുകാരെ സപ്പോർട്ട് എനിക്ക് തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട്. പക്ഷെ എൻ്റെ പിന്നാലെ വന്നിട്ട് ഈ ഒരു മാതിരി കളിക്കുന്ന നായ്ക്കളോട് ഞാൻ പറയാം, ഇതിന് ചിലവാക്കുന്ന സമയത്തിൻ്റെ 4% നിങ്ങൾ നന്നാവാൻ വേണ്ടി ചിലവാക്കുന്നു. എന്നെ വിടക്കാക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന 4% നിങ്ങൾ നന്നാവാൻ വേണ്ടി ചിലവാക്കും.
അതല്ലേ കുറച്ചുകൂടെ നന്നാവുക. ഞാൻ ഇന്ന് ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടത് നിങ്ങളൊന്നുമല്ല. അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി എന്നെ വിചാരിക്കണം ഞാൻ നശിക്കണമെങ്കിലും, അല്ലേ? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങളോടൊക്കെ? ഒന്നും ചെയ്തിട്ടില്ല, മനസ്സിലായോ? എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം ബാധ്യത പോലും എൻ്റെ ഒറ്റയ്ക്ക് എൻ്റെ തോളെടുത്ത് വെച്ചിട്ട് നോക്കി നടക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എന്താണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് പാടി നടക്കാൻ എന്നെ കിട്ടൂല. എന്താ വെച്ചാൽ ഒരു കാര്യമൊക്കെ 4 ചീന്താക്കിയിട്ട് വിഷപ്പടിക്കുക റസൂലുള്ളാഹിയുടെ പരമ്പര. അപ്പോൾ ഞാൻ ഈ തലയിലൊന്നും തട്ടടാന്നൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പം ചിലപ്പം ക്രിമികടിയുള്ള കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. പക്ഷെ അവരോട് ഇന്നേ പറയാനുള്ളൂ, എനിക്ക് നിങ്ങൾ ചെയ്യുന്ന അമലിൽ സ്വീകാര്യമാണോ റബ്ബിൻ്റെ അടുത്ത് എന്നുള്ളത് നാളെ നിങ്ങൾ മരിച്ചു ചെന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ നിങ്ങളും ഞാനും സെയിം കേട്ടോ. അപ്പം എൻ്റെ പിന്നാലെ വരണ്ട. ഞാൻ ഹൈറോ ഷെറോ ഞാൻ സൈഡിൽ കൂടെ പോയിക്കോട്ടെ. പിന്നെ അതേമാതിരി മയക്കുമരുന്നിൻ്റെ കച്ചവടമൊക്കെ എനിക്കുണ്ടെങ്കിൽ അത് നോക്കാൻ ഇവിടെ പോലീസിൻ്റെ നിയമമുണ്ട്, ഒക്കെ ഉണ്ട്. സത്യത്തിൽ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരു സ്റ്റെപ്പ് കെട്ടണമെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. ഈ ഗവൺമെൻറ് വിചാരിച്ചാൽ തുടച്ച് മാറ്റാവുന്ന സംഭവങ്ങൾ ഈ ലോകത്തുള്ളൂ. അതിന് നിങ്ങൾ മെനക്കെടണ്ട, എൻ്റെ പിന്നാലെ വരികയേ വേണ്ട. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താ പറയുക, ചിലപ്പോൾ ഈ മെനക്കെടുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഉടായ്പ് കാണിച്ച് ഉണ്ടായ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ദയവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കണേ. കാരണം എനിക്ക് ചോദിക്കാനും പറയാനും ആരില്ലാത്തതുകൊണ്ട് ഇവർക്കൊക്കെ എന്ത് തോന്നിയാസം പറയാം, എന്തും ചെയ്യുക എന്നൊക്കെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പേടിയാണ്. കാരണം എണീറ്റില്ലെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും ചെയ്യാത്ത കുടുംബക്കാരാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെന്താണെന്നുള്ളത് എനിക്ക് കുറേയൊക്കെ അറിയാം. അവർക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് സ്വസ്ഥമായിട്ട് മാന്യമായിട്ട് ജീവിച്ചോ. എന്നെ വെറുതെ വിട്ടേക്കും ദയവ് ചെയ്ത്. ഇനിയും ദയ ഇല്ലെങ്കിൽ എനിക്കും ഉണ്ടാവില്ല ദയ. അത്